നമ്മൾ ചെറിയൊരു ഇഫ്താർ മീറ്റപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അതാ മാനുവൽ മസിലായിട്ട് വന്നിട്ടുണ്ട് സഞ്ജീത്. ഓക്കെ, പതിയെ പതിയെ എല്ലാവരും എത്തുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് പച്ചത്തോടങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലേ ഈ ഒരു മുഹൂർത്തത്തിൽ അംജാദിന് എന്താണ് പറയാനുള്ളത്? കല്യാണത്തിന്റെ പോലെ അംജാദിന് ഒന്നും പറയാനില്ല. അംജാദിന് വത്തക്ക ഊമ്പി എന്നാണ് പറയുന്നത്. ഇതാ നമ്മുടെ സുഹൃത്തുക്കൾ അവിടുന്ന് കടന്നു വരുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ് കാണിക്കുക. എമ്പുരാനല്ലേ? എന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എവിടെയാന്ന് വിളിക്കുന്നത്? ഇതാ മഹാമനസ്സിനും ഇതിലെ വലിയൊരാളാണ് ഇപ്പൊ കടന്നു വരുന്നത്. എല്ലാവരും ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അതെ 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 അതെ. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നമ്മൾ ഇത് കാണിക്കരുത്. എന്താണ് ഇവിടെ കാണിക്കുന്നത്? അടുത്ത ക്ലാസ്സിൽ പോയിട്ട് ചെക്കറിയിട്ടാവുന്നത്. വെള്ളാപ്പള്ളി റോക്കി ബായിന് നല്ല കടിക്കുമെന്നൊക്കെ പറഞ്ഞു. അടുത്ത സുഹൃത്തുക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇഫ്താർ മീറ്റിലേക്ക്. ഇതാ ബാക്കിയുള്ള തണ്ണിമത്തന്റെ അല്ലെങ്കിൽ വത്തക്കയുടെ തൊണ്ട് കടിച്ചു തിന്നുന്ന അഖിലസ്. പണിയെടുക്കുന്നതായി അഭിനയിക്കുന്ന നിതിൻ. ഓടിൻ ഇതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. പരിപാടിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ ഇവിടെ ആരൊക്കെയോ കട്ട് തിന്നുന്നു. അതെ, മുന്തിരി കഴിക്കണം. ഇതൊക്കെ വലിയൊരു ഇതാണ്. എന്റെ ഫോണല്ല. ഇതാ അറ്റത്തുനിന്ന് നമ്മുടെ അനിറ്റസ് വരുന്നുണ്ട്. അനിറ്റസിനെ ഇപ്പൊ നമ്മൾ വിളിക്കുന്നതാണ്. നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പാത്രങ്ങളുമായി സഹകരിച്ചാണ് വരുന്നത്. മാക്രോന്ന് വിളിപ്പേരുള്ള ഇതും കുട്ടനും സുബിയും ജഗ്ഗുബായി എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതിന് ഹായ് പറയൂ. വീഡിയോ എഡിറ്റ് ചെയ്യാനായി ഇവിടെ ഇതാ അനുപത് അല്ലെങ്കിൽ പത്തുണ്ണി വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഇഫ്താർ മീറ്റിങ്ങിനുള്ള പരിപാടികൾ ഇവിടെ ആഘോഷക്ഷേമമായിട്ട് നടക്കുകയാണ്. സാബിയുടെ ഇന്നത്തെ പ്രസന്റേഷനെ കുറിച്ച് വിവരിക്കുകയാണ് തന്റെ സുഹൃത്തുക്കൾക്ക്. ഇതൊക്കെ ഏതോ കാലത്ത് എന്തിനോ വേണ്ടി നടക്കുന്നവനാണ്. വെറുതെ ഇഫ്താർ മീറ്റിൽ വന്ന് ഞണ്ണാൻ വന്നിരിക്കുന്നു അഖിൽ. ഞണ്ടല്ലടാ, പണിയെടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അതൊന്നും വിവരിക്കാം. സുഖം കിട്ടും. അതെ.
ഇക്കച്ചിക്ക് അതാണ് നിങ്ങളുടെ നോമ്പ് തീരുമ്പോ ഇങ്ങനത്തെ വർത്താനാണോ പറയണ ഇക്കച്ചി? ജഗ്ഗുബായ് വീഡിയോ ഷൂട്ടിങ്ങിനാണ്. ബൈ സംതിങ് ബോലോ അല്ല ബൈ പറ ക്യാ ബോലോ എന്താ നമുക്കറിയില്ല. അതെ നിനക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പരാമർശിക്കുന്നത്? എല്ലാം മുന്നിൽ നിന്ന് അരിയുന്നത് അംജാദാണ്. ഹെൽപ്പിങ്ങിനായി ഇത്രയും പേര് ഇവിടെയുണ്ട്. അല്ലേ മാമ്പഴം കിട്ടുമോ? ആണ് ബയ്യ. ഈ കാണുന്ന മുതലാണ് ബയ്യ. മുതല് ഇഫ്താർ മീറ്റിലേക്കാണ് കടന്നു വരുന്നത്. ഒരു ക്യാമിയോ. അതാ ക്യാമിയോ ആണ് വരുത്തുന്നത്. നമുക്ക് കാക്കയുടെ ബാക്കിലേക്ക് പോകാം വീടുകളും. കഴുകി മുന്തിരി കഴുകാൻ പോയിട്ടുള്ള 2 കിലോ വാങ്ങിച്ചത് 1/2 കിലോയായി മാറിയിരിക്കുന്നു. ഈ വ്യക്തികളാണ് അതിനെല്ലാത്തിനും കാരണം. ഇത് മുന്തിരിയായിട്ടാണ് ഇവരുടെ വരവ്. പത്തുണ്ണി ബെന്നിനെ വഴക്ക് പറയുന്നു. എങ്ങനെയാണ് നിൽക്കുക? നമ്മുടെ അവസാനത്തെ ഇഫ്താർ മീറ്റിലെ, അതായത് ഇനി നമുക്ക് ഈ കോളേജിൽ അതിൽ പറയുന്നതെല്ലാം സത്യമാണ്. ഇത് എവിടുന്നോ വലിഞ്ഞു കയറിയവനാണ്, എന്നാലും കുഴപ്പമില്ല. പറയൂ, നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് അറിയില്ല. ഇവരെല്ലാവരും എല്ലാ പരിപാടിക്കും വന്നാലും നിന്റെ വ്ളോഗില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ലൈറ്റ് ആൻഡ് വർക്സിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ ഇതാ ചെക്കന്മാർ നോക്കുകയാണ്. അപകടം പിടിച്ച പണികളാണ് ഇവിടെ സുഹൃത്തുക്കൾ കാഴ്ചവെക്കുന്നത്. വയറ് നീട്ടുന്നു, വയറഴിക്കുന്നു, എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതെ, നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ ഈ കരണ്ട് ഇതേ അടുത്ത കൂട്ട് ഇവിടെ ഇതാ നമ്മുടെ പിള്ളേർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിയാക്കാനാണെങ്കിലും പറയുന്നതിന് നല്ല രസമുണ്ട്. പാർട്ട് ഓഫ് ചെയ്യാൻ കോപ്പിറൈറ്റ് വരും. എന്തിനാ വരുന്നത് ഇതാ നമുക്ക് അപ്പോൾ ഇതാ വലിയ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ? ഇതെന്താ സംഭവം? വലിയ ആശാൻ എത്തിയിട്ടുണ്ട്. ആശാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അതിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതെ അതെ, ഇങ്ങനെ വരും. നമ്മുടെ വേറൊരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ ആ കണ്ണുകളിലെ തീക്ഷ്ണത കാണുന്നില്ലേ? കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പറയപ്പെടുന്ന 2 പേരാണ്. ഇത് നമ്മളുടെ ഒരു ബംഗാളി സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കൂ, എന്താ ഒരു തീക്ഷ്ണത, ഇദ്ദേഹത്തിന്റെ എന്താ ഒരു ചിരി. അതെ,
ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ച് ഇതാക്കിക്കോളാം. അതായത് നമ്മുടെ തമിഴ് ഫ്രണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്ന് രണ്ട് വാക്കിലൊന്നും ഒഴിഞ്ഞാലും. ഇതാ ரொம்ப പ്രമാദമായിരിക്ക്. ഇതാ അവിടെ കത്തി കൊണ്ട് പറയാം. Hi guys. Hi guys. We are today in iftar meet. Now I am Kausi Ghosh myself. I am from West Bengal. Me with my friend Avil Kuriakor. He is from Kerala. Yeah. Here Joyson is there. Joyson is a He's from Tamil Nadu. Somebody calling me. വളരെ കാര്യമായിട്ട് എന്തൊക്കെ ചർച്ച ചെയ്യലാണ്. ഇവിടെ ലേറ്റ് ഇടാനുള്ള ചെറിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് അത് ചെയ്യുന്നത്. അംജാദ് ഇവർക്കിപ്പോൾ നോമ്പ് മുറിക്കേണ്ട സമയം ഏകദേശം അടുത്തെത്താറായി കഴിഞ്ഞു. നാട്ടുകാർ കാണേണ്ടതാണ്. പൊതുസ്വത്ത് നശിപ്പിക്കുന്നു. ഇതെല്ലാം ഈ കോളേജുകാർ അറിയേണ്ടതാണ്. ഇതേ കണ്ടില്ലേ? ഇച്ചിരി ക്ലോസ് റേഞ്ചിലേക്ക് നമുക്ക് പോയി നോക്കാം. അത് മൂത്രം ഒഴിക്കുന്നത് നമ്മളൊരു ഫ്രണ്ടാണിത്. ഇവന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതാണ് അവൻ്റെ സ്റ്റൈൽ. ഇത് അടുത്തൊരു ഫ്രണ്ടാണ്. നമ്മുടെ കോളേജിൽ അധികം ആദ്യത്തെ ഒരു വർഷം കണ്ടൊരു വ്യക്തിയാണ്. പിന്നെ അവിടെ നിന്ന് മിസ്സായി. പിന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. വീഡിയോ ഇവിടെ ഒരു സംഭാഷണം എടുത്തോ. അതെ. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇച്ചിരി ഉറക്കെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ക്ലാസ് ഞാൻ അടിപൊളി ക്ലാസ് ഉണ്ടായിരുന്നു ഒന്ന് ചോദിക്കും. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം നമുക്ക് അല്ലേ? അതെ കുഴപ്പമില്ല. ഇന്നൊരു ക്ഷീണം ഉണ്ടായിരുന്നു നോമ്പിന്റെ. അടുത്ത ടോപ്പിക് പറയും. ലോസ് ഓഫ് ഇന്ത്യ. ആ കണ്ണിലെ തീക്ഷ്ണത കണ്ടാലറിയാം. അവനെല്ലാം അറിയാമെന്ന് സംസാരിക്കുന്നേ. പ്രമുഖ ആൽബിൻ വ്ളോഗി ഇവിടെയുണ്ട്. താങ്കൾ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത്തിരി തിരക്കുകളിൽ പെട്ട് നടക്കുകയായിരുന്നു. മനസ്സിലാവും അത്. അതെ. താങ്കൾക്ക് നാളത്തെ എമ്പുരാനെ കുറിച്ച് അതിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അതെ. നമ്മളപ്പോ പോകുന്നുണ്ട് എല്ലാവരായിട്ട്. കുറച്ച് നേരത്തിനുള്ളിൽ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സുകളെല്ലാം നോമ്പ് വീടിയിട്ടുണ്ട്. അതെ. അദ്ദേഹം ഒരു വലിയൊരു മനുഷ്യനാണ്. ചെറിയ മനുഷ്യനല്ല, വലിയ മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കരുതപ്പെടുന്നത്. അതെ. സമയത്തിനുള്ളിൽ നമ്മുടെ ഇഫ്താർ മീറ്റ് തുടങ്ങുന്നതായിരിക്കും. നേരം ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട്. എല്ലാം ചെയ്യുന്ന പറഞ്ഞിട്ട് ചെയ്യാത്ത ഒരാളാണ്. പൈസ എന്തായാലും ബ്ലോഗർമാരെ വിളിച്ചത്. എന്റെ ഇദ്ദേഹത്തിന് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. സംഘർഷഭരിതമായ നീക്കങ്ങളിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ അക്രമസക്തമായ ഒരു കാഴ്ചയിലേക്ക് നീങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കും അറിയില്ല.
അപ്പോ ഇഫ്താർ മീറ്റിലേക്കുള്ള നമ്മുടെ പായവിരുദ്ധ തുടങ്ങിയിരിക്കുന്നു. അംജാദും അലോക്കും തുടക്കം തന്നെ പാളിയ ഒരു ഇതാണ്. എത്ര മീറ്റർ വേണം? ഒരു 5 മീറ്റർ 100 രൂപ. ഒരു പകുതി ഇപ്പൊ കലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സുഹൃത്തുക്കൾ. ഇത് പുള്ളിട്ടെ ഇങ്ങനെ ഇളക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമ്മൾ ആഘോഷിക്കുകയാണിത് സുഹൃത്തുക്കൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട്. എന്താ എല്ലാവരും നായി പറയുന്ന ഇങ്ങനെ ഇരിക്കരുത്, ഇവർക്ക് മലയാളം അറിയില്ല, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. സുഹൃത്തുക്കൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ഇഫ്താർ മീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണി, ഫ്രൂട്ട്സ്, ജ്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതാ എൻ്റെ അടുത്ത് നിഖിലിരിക്കുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ഫുഡ് കഴിച്ച എല്ലാവരും മത്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഫ്താർ മീറ്റ് ഇവിടെ അവസാനിക്കാൻ തോന്നുന്നു. തിന്ന് മടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഭക്ഷണം കഴിച്ച് വയ്യാതായി എന്നാണോ പറയുന്നത്? ഇയാളൊന്നും മിണ്ടുന്നില്ല. നടന്നു തിന്നുന്ന ആകാശ് പ്രകാശൻ ഉള്ള ഒരു ആണോ? എന്നാ അങ്ങനെയാണ്. പെണ്ണിന്റെ കമ്പകയറ്റം, അപ്പന്റെ ഓട്ട മത്സരം പറയണെങ്കിൽ മുഖത്ത് നോക്കി